ബോക്സ് കംപ്ലീറ്റ്ലി സീൽഡ്. മൾട്ടിവേഴ്സിൻ്റെ ആകെയുള്ള ലിങ്കും ജെയ്സന്റെ വരവിനെ തടയാനുമായി. രഹസ്യമറിയാവുന്ന രണ്ടുപേരെ നല്ലതും കെട്ടതുമായ രണ്ടു വഴിക്കാക്കി. ബോക്സിലൂടെ കടന്ന് എവിടെത്തിപ്പെട്ടെന്ന് ആർക്കും അറിയാത്ത മറ്റു രണ്ടുപേർ, സെലാമും അലക്സും. 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു റയാനിൽ നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് ലഭിച്ചിട്ട്. സോ ഡാനിയലെ ഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയ് സാധനങ്ങളുമായി വീട്ടിലേക്ക് വന്നു കയറി ഇന്ന് താൻ പാചകിക്കാമെന്ന് പാചകപ്പുരയിലേക്ക് കടക്കുന്നു. മൂവരും മൂകമാണ്. എത്ര നാൾ എന്നോടിങ്ങനെ ദേഷിച്ചിരിക്കുമെന്ന് ജയ് ചോദിക്കുമ്പോൾ പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ട് ചാർലി വന്നു നോക്കുമ്പോൾ അത് മെയ്സൺ, ഡിറ്റക്റ്റീവ് മെയ്സൺ. നമ്മൾ മുൻപ് വെലോസിറ്റിയിൽ വെച്ച് കണ്ടതിൻ്റെ മറ്റൊരു വെർഷൻ. എന്നാൽ ഡിറ്റക്റ്റീവ് ആയതുകൊണ്ടാകാം രണ്ടുപേരുടെയും സ്റ്റൈലിൽ മാറ്റമൊന്നുമില്ല. മെയ്സൺ അവിടെ എത്തിയിട്ടുള്ളത് റയാൻ മിസ്സിങ്ങിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പുള്ളിയുടെ ഗേൾഫ്രണ്ട് കേസ് ഫയൽ ചെയ്തതിനെ തുടർന്ന് അവിടെ എത്തി റയാൻ്റെ ലോങ് ഫ്രണ്ട്സായ ഇരുവരോടും അവസാനമായി കണ്ടതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡാനി കണ്ടിരിക്കുന്നത് 5 ദിവസം മുൻപ്. ജയ് ഒന്ന് നോക്കുന്നു. റയാനെ കണ്ട കാര്യം ഡാനി പറഞ്ഞിട്ടില്ല. അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് കണ്ടതായും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പറയുമ്പോൾ അടുത്ത ഊഴമായ ജയ് പറയുന്നത് താൻ റയാനെ അവസാനമായി കണ്ടത് 3 ദിവസം മുൻപ്. ഡാനിയില അങ്ങോട്ടേക്കൊരു നോട്ടം. കാരണം ഇക്കാര്യം ജയ്യും പറഞ്ഞിട്ടില്ല. താൻ വില്ലേജ് ടാ ബാറിൽ വെച്ചാണ് കണ്ടതെന്നും ആളെന്ന് പതിവിലും നന്നായി കുടിച്ചിരുന്നതായും താൻ നേരെ വീട്ടിലേക്ക് വരികയായിരുന്നെന്നും അറിയിക്കുന്നതിനെ തുടർന്ന് മെയ്സൺ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അറിയിക്കാനായി അവരുടെ കോൺടാക്ട് നൽകി വിടവാങ്ങിയ ഉടനെ തനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഡാനി ജയ്യെ വിളിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. മുറിയിൽ വെച്ചിട്ടുള്ള ഒരു വയൽ കാണിച്ചിട്ട് ഇതെന്തിനാണെന്ന് അറിയാനാണ് റയാൻ്റെ അടുക്കൽ പോയതെന്നും ഇത് അന്ന് പിന്തുടർന്നെത്തിയ സ്റ്റോറേജ് യൂണിറ്റിൽ നിന്നും കിട്ടിയതാണെന്നും എന്താണിതെന്നും ചോദിക്കുന്നതായിട്ട് ജയ് ഈ കോമ്പൗണ്ട് തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളെ കുറച്ചു നേരത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്യാനുള്ളതാണെന്നും സൂപ്പർ പൊസിഷനിൽ നിൽക്കുമ്പോൾ അണുപദാർത്ഥങ്ങളെ വരെ നിരീക്ഷിക്കേണ്ടതായിട്ടുള്ളതാണ് ഈ ഡ്രഗ് എന്നും പറയുമ്പോൾ സൂപ്പർ പൊസിഷനെ പറ്റിയോ ഒന്നും ചോദിക്കാതെ റയാൻ ഇതെന്തുകൊണ്ട് തന്നോട് പറഞ്ഞില്ലെന്ന് ഡാനി. കാരണം അവൻ പുറത്ത് വെളിപ്പെടുത്തരുതെന്നുള്ള NDA എഗ്രിമെൻറ്റിലാണെന്നും നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ എന്നും ജയ്. നമ്മളിരുവരും അപരിചിതരാവുന്നത് പോലെ തോന്നി, അതുകൊണ്ട് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സത്യം പറയണമെന്ന് പറയുമ്പോൾ ജയ് ഉപയോഗിക്കുന്ന കാര്യം അഡ്മിറ്റ് ചെയ്യുന്നു. നല്ല സൈഡ് എഫക്റ്റുകളുണ്ടെന്ന് കേട്ടറിഞ്ഞ് ഇനി ഉപയോഗിക്കരുതെന്ന് വാക്കുതരാൻ ഡാനി ജയ്യോട് പറയുന്നു. അമാൻഡ ജെയ്സൺ സഖ്യം കോറിഡോറിലൂടെ നടക്കുകയാണ്. വെറുതെ 2 ആംബുലൻസ് വേസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാണ് ജെയ്സൺ നടക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അമാൻഡയുടെ കട്ടായ തീരുമാനമെന്നത് ഇങ്ങനെ ഭ്രാന്തമായി അലഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്നും അത്യാവശ്യമായി ബ്രേക്ക് വേണമെന്നും വളരെ വ്യത്യസ്തമായ ലോകത്ത് എത്തണമെന്നതുമാണ്. അങ്ങനെ അമാൻഡ ബോക്സിൻ്റെ കവാടം തുറക്കുകയാണ്. ഇത് 2ാം പ്രാവശ്യമായി. മുൻപ് തുറന്ന് മഞ്ഞൻ പ്രദേശത്ത് പോയി പെട്ട് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനുശേഷമാണ് ബോക്സിൻ്റെ കൺട്രോൾ മനസ്സാണെന്ന് ഇരുവരും കണ്ടെത്തിയതും. അങ്ങനെ അമാൻഡ വളരെ റിലാക്സ്ഡായി നിന്ന് കതക് തുറക്കുന്ന ഒരു മനോഹരമായ ഷിക്കാഗോ നഗരത്തിലേക്ക്. ഫ്യൂച്ചറിസ്റ്റിക്കായ, അഡ്വാൻസ്ഡായ, എന്നാൽ പ്രകൃതിയുമായി ഒത്തിണങ്ങി ടെക്നോളജിയാൽ നശിക്കാത്തൊരു ലോകം. കുറേ നല്ല മനുഷ്യരെങ്ങനെയാവണമെന്ന ചിന്ത ഉൾപ്പെടെയാണ് താൻ ഇറങ്ങുന്നതിന് മുൻപ് നോട്ടിൽ എഴുതിയതെന്നും പറഞ്ഞ് ഇരുവരും സ്വർഗ്ഗതുല്യമായ നഗരത്തിലൂടെ നടന്ന് ഒരു ബാറിലേക്ക് കയറുന്നു. ബാർ ടെൻഡറോട് അമാൻഡ ഒരു സ്ഥലത്തെക്കുറിച്ച് ചോദിച്ച് അവർ അതേക്കുറിച്ചുള്ള അഡ്രസ്സ് നൽകുമ്പോൾ താൻ ഇറങ്ങുകയാണെന്നും 2 മണിക്കൂറിനുള്ളിൽ ആ എഴുതി തന്ന റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്യാനും ഒരു വലിയ സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് ഇരുവരും കവളത്തുമ്മ വെച്ച് പോകുമ്പോൾ 2 പുരുഷ ദമ്പതികൾ അവിടെ എത്തി തങ്ങളുടെ ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിക്കുന്നു ജെയ്സണോട്. ഫോട്ടോ എടുത്തു കൊടുക്കുമ്പോൾ അതിന് പ്രത്യുപകാരം എന്ന രീതിയിൽ കുറച്ചു മുന്നേ തങ്ങളും നിങ്ങൾ ഇരുവരുടെയും ഫോട്ടോ എടുത്തിരുന്നെന്നും പറഞ്ഞ് ജെയ്സണും അമാൻഡയും മൊത്തമുള്ളൊരു ചിത്രം നൽകുന്നു. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞത് ആ ഹോട്ടലിലേക്ക് പോവുകയാണ് ജെയ്സൺ. കൂറ്റൻ ഉയരത്തിലുള്ള ഡൈനിങ്ങിലേക്ക് എത്തി അവിടെ കുറച്ചധികം സുന്ദരിയായി പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന അമാൻഡയുടെ അടുക്കലേക്ക് എത്തുന്നു. എന്ത് സ്വപ്നതുല്യമായൊരു സ്ഥലം, മേഘങ്ങൾക്ക് മുകളിൽ. ജെയ്സണ് വേണ്ടിയും ഒരു പുതിയ സ്യൂട്ട് മേടിച്ച് നൽകി അത് ധരിച്ചു വന്നിരുന്നിട്ട് തനിക്കും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ജെയ്സൺ അമാൻഡയുടെ മുന്നിലേക്ക് അവരുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്, ഡെയർ. മുൻപ് ബോക്സിലിരുന്ന് ജെയ്സണോട് തൻ്റെ ഇഷ്ടങ്ങളെപ്പറ്റി പങ്കുവച്ചതിലൊന്ന്. അമാൻഡ എത്തിയിരിക്കുന്നത് തീർച്ചയായും അവരുടെ മനസ്സിന് ഇണങ്ങിയ ഒരു സ്ഥലത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കാം. അറ്റ്ലീസ്റ്റ് അമാൻഡയ്ക്കെങ്കിലും യോജിച്ചൊരു സ്ഥലം കിട്ടിയല്ലോ. ഇരുവരും ആഹാരം കഴിഞ്ഞ ശേഷം അമാൻഡ താൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2 പേരുടെയും അവിടെയുള്ള വേർഷനുകളെക്കുറിച്ച് തിരക്കി അറിഞ്ഞ കാര്യങ്ങൾ ജെയ്സണോട് പങ്കുവയ്ക്കുന്നു. ഇവിടുത്തെ ജെയ്സൺ ഒരു സയൻറ്റിസ്റ്റ് അല്ല, ഇൻഷുറൻസ് പരിപാടിയാണ്. ജെയ്സൺ ചിരിച്ചിട്ട് അത് ബോറിംഗ് എന്ന് പറയുമ്പോൾ അമാൻഡയുടെ വെർഷനാകട്ടെ കഴിഞ്ഞ 2 വർഷമായി മിസ്സിംഗ് ആണ്. തന്നെ പോലെ തന്നെ ജനിച്ച് പലയിടങ്ങളിലായി ജീവിക്കേണ്ടി വന്നവൾ. എന്നാൽ തന്നിൽ നിന്നും വ്യത്യസ്തമായി അവളുടെ പേരൻസ് ജീവിച്ചിരിപ്പില്ല. അതുപോലെ തന്നെ ഒരു സഹോദരനും ഉണ്ടായിട്ടില്ല. പല രാജ്യങ്ങളിലെ പൗരത്വമുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അമാൻഡ തൻ്റെ പുതിയ വാനിറ്റി ബാഗ് എടുത്തുകൊണ്ട് ഫേഷ്യൽ റെക്കഗ്നിഷനും കണ്ണരി സ്കാനിങ്ങും വെച്ച് 10 മിനിറ്റിനുള്ളിൽ ഒരു പുതിയ പാസ്പോർട്ട് കിട്ടിയെന്ന് കാണിക്കുന്നു. അമാൻഡ ചിലത് തീരുമാനിച്ചു തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ജെയ്സണും അമാൻഡ ആ ലോകത്ത് നിൽക്കാൻ പോവുകയാണെന്ന കാര്യം ജെയ്സൺ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പതിയെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് എങ്ങനെയെന്ന് ഉറപ്പില്ലാത്ത ഈ ലോകത്ത് നിന്നൊരു തിരിച്ചുപോക്ക് വേണമെങ്കിലെന്ന സാധ്യതയിൽ 2 ലാവൻഡർ ഫെയറി വയലുകൾ നീട്ടുകയാണ്.
മുൻപ് പറഞ്ഞ പോലെ സ്വന്തമെന്ന് പറയാൻ ഒരു ലോകമില്ലാതെ ചുറ്റുന്ന അമാൻഡയ്ക്ക് ഇനി ഇതാണ് തന്റെ ലോകമെന്ന് പറഞ്ഞ് അത് നിരാകരിച്ചിട്ട് തന്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ഈ ലോകം തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തീർച്ചയായും പ്രണയം വന്നു തുടങ്ങിയ ജെയ്സണോടും അവിടെ നിൽക്കാൻ പറയുകയാണ്. ജെയ്സൺ എന്നാൽ അത് ചെയ്യാൻ കഴിയില്ലെന്ന വിഷമത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമാൻഡ അറിയാതെ തന്നെ ബാഗിലേക്ക് 2 ഡോസ് ഇട്ട് ഒരിക്കൽ ചുണ്ടോട് ചുംബിച്ച് അവിടുന്ന് പിരിയുകയാണ്. ഇനി ഒരിക്കലും കാണാൻ കഴിയാത്ത, ജന്മത്തിൽ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വിടവാങ്ങൽ. എന്നാൽ ആ വിഷമം കടിച്ചമർത്തി ഇനി മുന്നോട്ട് തന്നെ എന്ന രീതിയിൽ ഇരുവരും സഹിച്ചുകൊണ്ട് അമാൻഡ ആ ലോകത്തേക്കും ജെയ്സൺ ബോക്സിലേക്കും കയറുന്നു. അങ്ങനെ ജെയ്സൺ ബോക്സിൽ ഒറ്റയ്ക്കായി ശേഷിക്കുന്ന ആംബ്യൂൾസ് നോക്കുകയാണ്. 3 എണ്ണം. 1 പ്രയോഗിച്ചെത്തുന്നു. മനസ്സുപോലെ തന്നെ തകർന്നൊരു ലോകം. ശേഷിക്കുന്ന 2-1 കൂടിയെടുത്ത് കതക് തുറന്നെത്തുന്നതും മറ്റൊരു ലോകത്ത്. വീടിനടുക്കൽ പോയി നിന്ന് ഫോണിൽ വിളിച്ച ആ ലോകത്തെ ഡാനിയലോട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഇനി പറയാൻ സാധിച്ചില്ലെങ്കിലോ എന്ന പോലെ. കാരണം ഇനി ശേഷിക്കുന്നത് കേവലം ഒരു ആംബ്യൂൾ മാത്രമാണല്ലോ. സങ്കടം കടിച്ചു പിടിച്ച് മുകളിൽ നിൽക്കുന്ന തൻ്റെ സ്വന്തം ഡാനിയുമായി സാമ്യമുള്ള ഡാനിയലെ കണ്ട് തിരികെ നടക്കുമ്പോൾ ഒരു കടയിൽ വെച്ചിരിക്കുന്ന മാസ്ക് കണ്ട് ജെയ്സന്റെ മൈൻഡിൽ പല കാര്യങ്ങൾ വരികയാണ്. മുൻപ് തന്നെ തട്ടിക്കൊണ്ടുപോയി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയ വേർഷൻ ധരിച്ച അതേപോലുള്ള മാസ്ക്. ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട് താനും അങ്ങനെ ഈ ലോകത്തേക്ക് ചേക്കേറിയാലോ എന്നുവരെ ആലോചിച്ചുകൊണ്ട് രാത്രി വീട്ടിൽ അതിക്രമിച്ച് കയറുമ്പോൾ അവിടെയുള്ള കുടുംബത്തിൽ ചാർലിയും മാക്സും ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. മേലെ കയറി നിന്ന് ഇരുവരും കിടക്കുന്നത് നോക്കി നിൽക്കുന്നെങ്കിലും ഒരതിക്രമത്തിനും മനസ്സിനവധിക്കാതെ താഴെ കിച്ചണിൽ വന്നിരുന്ന് വെപ്രാളപ്പെടുമ്പോൾ അവിടേക്ക് എത്തുകയാണ് ചാർലിയുടെ ഇരട്ട സഹോദരൻ മാക്സ്. ചാർലി എന്ന് തെറ്റിദ്ധരിക്കുന്ന ജെയ്സണെ താൻ മാക്സ് എന്ന് തിരുത്തി സംസാരിക്കുമ്പോൾ അവിടെയുള്ള ജെയ്സണ് മാക്സിനോട് വെറുപ്പാണെന്ന് മനസ്സിലാക്കി ജെയ്സൺ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ജയ് അമാനൊപ്പം അടുത്ത സെഷനിൽ. ഇത്തവണ തൻ്റെ പങ്കാളി മറ്റൊരാളെ കണ്ടുമുട്ടിയ കാര്യങ്ങൾ മറച്ചുവെച്ചതും കൂടെ തന്നെ അവർ അപരിചിതനായി കാണുന്നുവെന്നും പറഞ്ഞതിൻ്റെ കാരണത്താൽ ഇറങ്ങിപ്പോവാൻ തോന്നുന്നുവെന്ന് പറയുന്നു ജയ്. അമാൻ പ്രശ്നങ്ങളിൽ നിന്ന് ഓടുന്നതിനെ എതിർക്കുമ്പോൾ സ്വന്തം കാര്യങ്ങൾ തൊട്ടു മുമ്പിലിരിക്കുന്നവരോട് പങ്കുവയ്ക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ കൂടി അറിയേണ്ടതെന്ന് ജയ് അമാനെപ്പറ്റി അമാനോട് തന്നെ പല കാര്യങ്ങളും പറയുന്നത് കേട്ട് നെർവസായി ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ഒടുവിൽ ജയ് വീട്ടിലേക്ക് എത്തുമ്പോൾ പുറത്തു കാത്തിരിക്കുന്നത് ഇത്തവണ മെയ്സൺ. റയാൻ്റെ സെൽഫോൺ ലൊക്കേഷൻ അവസാനമായി കാണിച്ചിട്ടുള്ളത് ഷിക്കാഗോയിലെ വ്യവസായ സംബന്ധമായ ഒരു സ്ഥലത്താണെന്നും ബാറിൽ നിന്ന് അങ്ങോട്ടേക്കായിരിക്കും നേരെ പോയതെന്നും അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ജയ് പറയുന്നത് കേട്ടവർ തിരികെ പോകുന്നു. ഈ വഴികളിലുള്ള ഏതെങ്കിലും CCTV ഫുട്ടേജ് തപ്പിയെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ്. അന്വേഷണം വെയർഹൗസിനടുക്കൽ വരെ എത്തിയെന്ന് മനസ്സിലാക്കി ജയ് ചെയ്യുന്ന പരിപാടി വളരെ കോമഡിയാണ്. ജയ് നേരെ വെയർഹൗസിലെത്തി ബോക്സിൻ്റെ കോൺക്രീറ്റ് സീൽ പൊട്ടിച്ചു കയറി മറ്റൊരു യൂണിവേഴ്സിലെത്തി അവിടെയുള്ള റയാൻ്റെ വെർഷൻ, കാർ മെക്കാനിക്കായ ഒരു വെർഷൻ. നീളൻ മുടിയൊക്കെയുള്ള ആൾ മെക്കാനിക്കായത് എങ്ങനെയെന്നാൽ സ്കൂൾ ടൈമിൽ നല്ല തലയായതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പിന് സെലക്ട് ചെയ്തതായിരുന്നു. ഒരു പാർട്ടിക്ക് വെള്ളമടിച്ച ശേഷം സുഹൃത്തുമായി ടോസ് ഇട്ടു ആര് വണ്ടി ഓടിക്കുമെന്ന്. ആ ടോസ് തനിക്ക് വീണു. വെള്ളമടിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചു. സ്കോളർഷിപ്പും ക്യാൻസലായി. ഈ റയൻ വെർഷൻ്റെ അടുത്തെത്തിയ ജയ് ചോദിക്കുകയാണ്, അന്ന് ആ വണ്ടി ഓടിച്ചില്ലായിരുന്നെങ്കിൽ എവിടെ എത്തിയെന്ന് ചിന്തിക്കാറുണ്ടോ? എല്ലാം നശിച്ച സമയത്തും ചിന്തിക്കും. ജയ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്കോളർഷിപ്പ് കട്ടായ റയനെ മദ്യം കൊടുത്ത് പൂസാക്കി താൻ നിൽക്കുന്ന ലോകത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അന്ന് സ്കോളർഷിപ്പ് കിട്ടി ഇപ്പം പാവിയ പ്രൈസ് വരെ നേടിയ ആ റയൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിച്ച് മുടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്ത് കട്ടിലിൽ കിടത്തുന്നു. ഫോണും ഓണാക്കി വെച്ച് ജയ് തിരികെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എത്ര മണിക്കൂർ കൊണ്ടാണ് ഒരു മെക്കാനിക്കിൻ്റെ ജീവിതം മാറിയത്. ഇനി ഉറക്കമണിയിക്കുമ്പോൾ ഈ റയൻ്റെ അവസ്ഥയോർത്ത് ചിരി വരുന്നു. മറ്റേ റയനാണെങ്കിൽ അടിപൊളി ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട് താനും. ഡ്യൂപ്ലിക്കേറ്റിലെ സുരാജിൻ്റെ അവസ്ഥ വരാൻ ഇട്ട് കൊടുത്തിട്ട് ജയ് തിരികെ വീട്ടിലേക്ക് മനസ്സമാധാനത്തോടെ വരികയാണ്. ഇനി അന്വേഷണങ്ങൾ ഉടനെ അവസാനിച്ചോളും. മാത്രമല്ല ഡാനിയലയോട് ഒന്നും പറയാനും പോണില്ല. ആ സമാധാനമുണ്ടെങ്കിലും ഉള്ളിൽ കയറി ഡാനിയലയെ ഫേസ് ചെയ്യാൻ മടിച്ചു നിൽക്കുമ്പോൾ ആകെ ശേഷിക്കുന്ന ഒരു ആംബ്യൂൾ, ലാവൻഡർ ഫെയറി. അതുമായി ബോക്സിലിരുന്ന് ജെയ്സൺ എഴുതുകയാണ് ഡാനിയലയെ ആദ്യമായി കണ്ടതേക്കുറിച്ച്. നെഞ്ചിലെന്തോ കുത്തിക്കേറിയ പോലുള്ള തോന്നലിനെക്കുറിച്ച്. അവളുടെ ചുണ്ടുകൾ, ചിരി. അതാണ് എൻ്റെ ലോകം. ഇന്ന് നമ്മുടെ മകൻ മാക്സ് ജീവിച്ച ഒരു ലോകത്ത് നിന്നും വിടവാങ്ങുകയാണ്. നിന്നോടൊപ്പം ജീവിക്കാനായി എൻ്റെ ഒരു വെർഷനെ കൊല്ലാൻ വരെ ചെന്ന് നിന്നു. എന്നാൽ അതല്ല ജീവിതം. എനിക്കെൻ്റെ ജീവിതമാണ് വേണ്ടത്. ഈ യാത്രകളുടെ എല്ലാം മുൻപുണ്ടായിരുന്ന ഒരു ജീവിതം. നീയുമൊത്തുള്ള ആ ജീവിതത്തിൻ്റെ ലോകമാണ് എനിക്ക് വേണ്ടത്. അവസാന ഡോസ് എടുത്ത് നെർവസായി കരച്ചിൽ വന്ന് കതക് തുറക്കുകയാണ് ജെയ്സൺ. ചുറ്റുമെന്തോ വലിഞ്ഞുകൊണ്ടുള്ള ഇരുട്ട്. പതിയെ നീങ്ങുമ്പോൾ അത് കോൺക്രീറ്റ് സീൽ. ഓ ഗോഡ്, ഫൈനലി ജെയ്സൺ എത്തിയിരിക്കുന്നു. രോമാഞ്ചം. മെയ്സന്റെ വാക്കുകളിൽ ടെൻഷനായി കടലിലുള്ള റയൻ മീനുകളിൽ നിന്നൊന്നിനെ പിടിക്കാൻ ജയ് പൊളിച്ച ബോക്സിന്റെ സീൽ. അതിൽ കൂടെ ജെയ്സൺ വന്നിരിക്കുന്നു. നടന്നവിടെ കാണുന്നതോ ഒരൊഴിഞ്ഞ ആംബ്യൂളും. മുൻപ് ലൈറ്റും ജെയ്യും ആദ്യമായി പുറത്തുനിന്ന് കുടിച്ച ആംബ്യൂൾ കുപ്പി. ജെയ്സൺ ബസ്സിൽ കയറി വീട്ടിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ ഇറങ്ങി ആദ്യം ചെല്ലുന്നത് വില്ലേജ് ടാപ്പിൽ. പേടിച്ച് പതിയെ കയറുന്നതും ബാർടെൻഡർ. യെസ് സാർ, എന്ത് വേണം? നിനക്കെന്നെ അറിയില്ലേ? തീർച്ചയായും
ജെയ്സൺ ഓടി വന്ന് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചിറങ്ങി വീട്ടിലേക്ക് ഓടുകയാണ്. വീഴുന്ന മഞ്ഞിലൂടെ വീടിനടുക്കലേക്ക് എത്തുന്നതും പതിയെ നടന്ന് ജനലിലൂടെ നോക്കുന്നു. ഡാനിയലെയും ചാർലിയും ഇരിക്കുന്നു. ഒടുവിൽ തൻ്റെ ജീവനുകളെ കണ്ടെത്തിയ ജെയ്സന്റെ ആശ്വാസം. പെട്ടെന്ന് അവിടേക്ക് ജയ് വരികയാണ്. ജെയ്സൺ കുറച്ചു മാറി നിന്ന് വീക്ഷിക്കുമ്പോൾ ജയ് വന്ന് ഡാനിയോട് പറയുന്നത് താൻ റയാനെ ദൂരെയുള്ള ഒരു ബാറിൽ നിന്നും കണ്ടെത്തിയെന്നും വല്ലാത്ത അവസ്ഥയാണ്, അപ്പാർട്ട്മെന്റിലാക്കി ഗേൾഫ്രണ്ട് മിൻഡിയെ അറിയിച്ചിട്ടുണ്ടെന്നും പറയുന്നതെല്ലാം കേട്ട് ജെയ്സൺ നേരെ അവിടെയുള്ള ഒരു ഷോപ്പിലെത്തുന്നു. ആയുധ വിൽപ്പന നടത്തുന്ന കട. തോക്ക്, ഷോട്ട് ഗൺ, കത്തി എന്നുവേണ്ട സകല ഐറ്റങ്ങളുമുണ്ട്. ഇതുപോലൊരു കട നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എന്തായിരിക്കും കഥയെന്ന് ആലോചിച്ചു പോയി. ജെയ്സൺ ഒരു തോക്കെടുക്കുമെങ്കിലും അതിന് നിയമപ്രകാരമായ ഒരു ഐഡി ആവശ്യമാണ്. ഫയർ ആം ഓണേഴ്സ് ഐഡന്റിഫിക്കേഷൻ കാർഡ്. അതെന്താണെന്നൊരു പിടിയുമില്ലാത്ത ജെയ്സൺ ഒടുവിൽ ഒരു കത്തിയും പെപ്പർ സ്പ്രേയുമായി ഇറങ്ങിപ്പോകുന്നു. സെയിൽസ് ലേഡി പോയ ഉടനെ അവിടെല്ലാം ഒന്ന് തുറച്ച് വൃത്തിയാക്കി നോക്കുമ്പോൾ അയാൾ ദേ വീണ്ടും വെപ്രാളത്തിൽ ഓടി വരുന്നു. എന്താ സാർ, കത്തി വേണ്ടായിരുന്നോ? എന്താ? അല്ല, എനിക്കൊരു തോക്ക് വേണം. പക്ഷേ എന്താ അതിൻ്റെ പരിപാടികളെന്നൊന്നും എനിക്കറിയില്ല. നമ്മളിപ്പോഴല്ലേ സാർ അതിനെപ്പറ്റി സംസാരിച്ചത്? ആൾ ഷോക്കാവുകയാണ്. അത് ജയ്യാണ്. നിങ്ങൾക്കിരട്ട സഹോദരനുണ്ടോയെന്നും കുറച്ചു മുൻപായി 1 മിനിറ്റ് മുന്നേ കത്തിയും പെപ്പർ സ്പ്രേയുമായി പോയത് നിങ്ങൾ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജയ് ആകെ വെപ്രാളത്തിൽ പുറത്തേക്ക് വന്ന് ചുറ്റും നോക്കുകയാണ്. എത്തേണ്ട ആൾ അവിടേക്ക് എത്തി എന്ന തിരിച്ചറിവിൽ.